ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നിയമോപദേശം തേടുന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ സ്പീക്കർ. അപ്പോൾ അതിലൊരു സാധ്യതകളുണ്ട്. കാരണം അല്ല, അതിൽ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടത്. അങ്ങനെയൊന്നും പുറത്താക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടാണ്. അതെല്ലാം പരിശോധിക്കേണ്ട ഭാഗം തന്നെ. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ, ഇവിടെ ഈ രൂപത്തിലുള്ള ഒരാളെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് നേതൃത്വമാണല്ലോ. ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിച്ചിട്ട് അതും എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാൻ കഴിയോ എന്നുള്ള പരിശോധന കനകേലു സിദ്ധാന്തമാണ്. വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഏറ്റവും മാതൃകാപരമാണെന്ന് അപ്പുറത്ത് ഇതിന്റെ പേര് ജയിലിൽ കിടന്ന ഒരു MLA-യും ഇപ്പുറത്ത് മുൻകൂർ ജാമ്യം കിട്ടിയ മറ്റൊരു MLA-യും അപ്പുറത്ത് നിർത്തിയിട്ടാണ് പ്രതിപക്ഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. എല്ലാ വശങ്ങളും നിയമസഭാ സ്പീക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹമാണ് അത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടത്. ഞങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ മറ്റ് സാധ്യതകൾ അപ്പോൾ പരിഗണിക്കും. ഈ കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോൾ ഇന്നലെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പത്തനംതിട്ട, അവരടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുന്നത് കാപട്യമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതിപ്പോ എല്ലാവരും നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. ഇപ്പൊ എല്ലാവരും ഈ വേട്ടക്കാരനെ വളർത്തിയത് ആര് MLA ഒരു ചാനലിന്റെ ചർച്ചയുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് തന്നെയായിരുന്നു. കോൺഗ്രസ് ഗത്യന്തരമില്ലാതെ ഒരു നടപടി സ്വീകരിച്ചു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഇതുപോലെ ലോകത്തിൽ തന്നെ അത്യപൂർവമായ കേസാണുള്ളത്. അത്യപൂർവമായ കേസിൽ ഒരു നടപടി എടുക്കാതിന് എങ്ങനെ ഒരു പാർട്ടിക്ക് പോകാൻ പറ്റും? അത് വന്നു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ ഒരു നേട്ടമാക്കാം എന്നുള്ളതാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിന്റെ എല്ലാ വശവും അറിയാൻ കഴിയില്ലോ. എന്ന് പരാതി വന്നു, എന്തെല്ലാം നടപടി സ്വീകരിച്ചു എന്നുള്ളതെല്ലാം ഇപ്പോൾ ജനങ്ങളുടെ മുൻപിലുണ്ടല്ലോ.